പ്രേം നസീർ തിളങ്ങി നിൽക്കുന്ന കാലത്ത്, സോമനും സുകുമാരനും തിളങ്ങി നിൽക്കുന്ന കാലത്ത് വില്ലനായ ഉമ്മറിനെ നായകനാക്കി ചിത്രം ഒരുക്കുക. ഇങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ IV ശശിക്ക് മാത്രമേ സാധിക്കൂ. IV ശശിയുടെ ആദ്യ ചിത്രമായ ഉത്സവത്തിലെ നായകൻ ഉമ്മറായിരുന്നു. ചിത്രം വലിയ വിജയമായി മാറി. 2 ഗ്രാമങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുടെ കഥ പറഞ്ഞ ചിത്രം. ഉമ്മറിനെ നായകനാക്കിയപ്പോൾ പലരും നെറ്റിയൊളിച്ചു. അംഗീകരിക്കുമോ പ്രേക്ഷകർ? പക്ഷേ IV ശശിക്ക് വിശ്വാസമുണ്ടായിരുന്നു. കാരണം IV ശശിയുടെ അക്കാലത്തെ ചിത്രങ്ങളിൽ ചില പൊടിക്കൈകളുണ്ട് യുവാക്കളെ ആകർഷിക്കാൻ. പ്രത്യേകിച്ചും നായികമാരുടെ നഗ്നത ചൂഷണം ചെയ്യുക എന്നുള്ളത് IV ശശിയുടെ പ്രത്യേകതയാണ്. ഉത്സവത്തിൽ IV ശശി ചൂഷണം ചെയ്തത് റാണി ചന്ദ്രയുടെ നഗ്നതയാണ്. റാണി ചന്ദ്ര മലയാളത്തിൽ കത്തി നിൽക്കുന്ന സമയം. ഉത്സവത്തിൽ ഉമ്മറിൻ്റെ നായിക റാണി ചന്ദ്രയായിരുന്നു. റാണി ചന്ദ്ര മിസ് കൊച്ചിയായിരുന്നു. കൊച്ചിയിലെ സൗന്ദര്യ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിട്ടുണ്ട് റാണി ചന്ദ്ര. പിന്നീട് സിനിമയിലേക്ക് എത്തി. സ്വപ്നാടനം അടക്കമുള്ള ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഉത്സവത്തിലെ പ്രധാന ഹൈലൈറ്റ് ഉമ്മറിന് മുമ്പിൽ അർദ്ധനഗ്നയായി നിൽക്കുന്ന റാണി ചന്ദ്രയുടെ രംഗമാണ്. ആ രംഗം കാണാൻ യുവാക്കൾ ഇടിച്ചു കയറി. റാണി ചന്ദ്ര ആദ്യം ഈ രംഗത്തിൽ അഭിനയിക്കാൻ വിസമ്മതിച്ചു എന്നാണ് കേൾക്കുന്നത്. പിന്നീട് റാണി ചന്ദ്ര IV ശശിയുടെ നിർബന്ധത്തിന് വഴങ്ങി ആ രംഗത്തിൽ അഭിനയിച്ചു. ആ ചിത്രത്തിലെ പ്രധാന രംഗം കൂടിയായിരുന്നു അത്. ഉമ്മറിന് മുമ്പിൽ അർദ്ധനഗ്നയായി റാണി ചന്ദ്ര നിന്നപ്പോൾ പ്രേക്ഷകർ ഉത്സവം കാണാൻ ഇടിച്ചു കയറി. ഉത്സവം, IV ശശിയുടെ ഉത്സവം തിയേറ്ററുകളിൽ ഉത്സവാഘോഷമായി മാറി. വലിയ ഹിറ്റായിരുന്നു ഉത്സവം. ഉത്സവത്തിൻ്റെ വിജയം IV ശശിയുടെ മാർക്കറ്റ് കൂട്ടി. റാണി ചന്ദ്ര സാധാരണ ശരീര സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ വിമുഖത കാണിക്കുന്ന നടിയാണ്. റാണി ചന്ദ്രയ്ക്ക് പക്ഷേ ഉത്സവത്തിൽ ശരീര സൗന്ദര്യം കാണിക്കേണ്ടി വന്നു. IV ശശി കാണിപ്പിച്ചു എന്ന് പറയുന്നതാകും ശരി. പിന്നീട് 1976 റാണി ചന്ദ്ര വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു, മരണമടഞ്ഞു. റാണി ചന്ദ്രയും കുടുംബവും ഒക്കെ വിമാന അപകടത്തിൽ മരണമടഞ്ഞു. വിമാനാപകടത്തിൽ റാണി ചന്ദ്ര മരണമടയുമ്പോൾ റാണി ചന്ദ്രയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു എന്നതും ശ്രദ്ധേയം. ഡോക്ടർ മോഹൻദാസും റാണി ചന്ദ്രയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇരുവരും സ്വപ്നാടനത്തിലെ നായികാനായകന്മാരായിരുന്നു. മോഹൻദാസും റാണി ചന്ദ്രയും തമ്മിലുള്ള പ്രണയം അക്കാലത്ത് മാധ്യമങ്ങൾ ആഘോഷിച്ചിരുന്നു. പക്ഷേ ഇരുവരെയും ഒരുമിപ്പിക്കാൻ വിധി സമ്മതിച്ചില്ല എന്ന് വേണം പറയാൻ. റാണി ചന്ദ്ര അഭിനയിച്ച ചിത്രങ്ങളിലൊക്കെ സ്വന്തം സിഗ്നേച്ചർ ഇട്ട നടിയാണ്. സ്വപ്നാടനം എന്ന ചിത്രത്തിലെ അഭിനയത്തിൽ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് അവരെ തേടി എത്തി. മലയാളത്തിൽ സൗന്ദര്യമുള്ള മുഖങ്ങളിൽ ഒന്നായിരുന്നു റാണി ചന്ദ്ര. ഏത് വേഷവും ചെയ്യാൻ അവർക്ക് കഴിയുമായിരുന്നു. ദുഃഖമായാലും ഹാസ്യമായാലും അതൊക്കെ രതിയായാലും അതൊക്കെ അവതരിപ്പിക്കാൻ അവർക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു. എന്തായാലും റാണി ചന്ദ്ര മരിച്ചത് മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. ഒരുപാട് കഥാപാത്രങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. ഒരുപാട് കഥാപാത്രങ്ങളെ ബാക്കി വെച്ചാണ് റാണി ചന്ദ്ര പോയത്. റാണി ചന്ദ്ര മരിക്കുമ്പോൾ റാണി ചന്ദ്രയ്ക്ക് വേണ്ടി ഒരുപാട് തിരക്കഥകൾ തയ്യാറാക്കിയിരുന്നു. IV ശശിയുടെ തന്നെ ഊഞ്ഞാലിലും റാണി ചന്ദ്ര അഭിനയിച്ചു. അതിൽ ഒരു പുലയ കിടാത്തിയുടെ വേഷമായിരുന്നു റാണി ചന്ദ്ര ചെയ്തത്. ഉത്സവത്തിന് ശേഷം IV ശശി ഒരുക്കിയ ചിത്രമാണ് ഊഞ്ഞാൽ. സോമനായിരുന്നു നായകൻ. ആ ചിത്രവും വലിയ വിജയമായിരുന്നു.
വിജയങ്ങളുടെ ഘോഷയാത്ര IVCC തുടങ്ങുന്നത് ആദ്യ ചിത്രമായ ഉത്സവത്തിലൂടെയാണ്. അതിന് IVCCയെ സഹായിച്ചത് റാണി ചന്ദ്രയുടെ അർദ്ധനഗ്നയായി നിൽക്കാനുള്ള ധൈര്യമാണ്.